നീ എന്നെ ഇത്ര കാര്യമായിട്ട് ആലോചിക്കണേ? എന്തേലും പണി ഏൽപ്പിച്ചോ? എടാ അതല്ലടാ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പൂച്ച മാത്രമാണ് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കണേ. ഏറെക്കുറെ എല്ലാ മൃഗങ്ങളും അങ്ങനെയല്ലേ നടക്കുന്നേ? ഇതാണ് നീ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചത്? ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. എടാ ഈ പൂച്ച മാത്രല്ലല്ലോ ഇങ്ങനെ നടക്കുന്നത്. ഈ എന്താ പറയുക, ആനയും അതുപോലെ തന്നെ പുലി, പിന്നെ സിംഹം ഒക്കെ അതുപോലെയല്ലേ നടക്കുന്നത്. പിന്നെ എന്താണ് ഈ ക്യാറ്റ് പോക്കുന്ന തന്നെ പറയണത്? നമുക്ക് മാറ്റി പിടിച്ച് ഒരു എലിഫന്റ് പോക്കുന്നോ അല്ലെങ്കിൽ പുലി പോക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു വിടാ. അതൊക്കെ ഒരു വെറൈറ്റി ഇല്ല. നീ എന്ത് മണ്ടത്തരായി പറയണേ? പൂച്ചയാണ് ശരിക്കും കുണുങ്ങി കുണുങ്ങിയൊക്കെ നടക്കുന്നത്, അത് മനസ്സിലാക്കണം. എടാ അപ്പൊ ബാക്കി മൃഗങ്ങളൊക്കെ എടാ തൊങ്കി തൊങ്കിയാണോ നടക്കുന്നേ? ആ അത് ശരിയാണ്. ബാക്കി മൃഗങ്ങളും അങ്ങനെ ശരിയാണല്ലോ അല്ലേ? അതാ അല്ല, ഈ എലിഫന്റ് വാക്കെന്നൊക്കെ പറഞ്ഞ അതെങ്ങനെയാ പറയണേ? എന്നാൽ നീ പറഞ്ഞത് ശരിയാണ്. ആനക്ക് ശരി ചന്തി കൂടുതലൊന്നല്ലേ ഉള്ളൂ, എല്ലാം കുണുങ്ങി കുണുങ്ങിയല്ലേ നടക്കുന്നേ. അത് ശരിയാ, വലിയ ചന്തി ആയാലെന്നാ, കുണുങ്ങിയാ പോരെ? ശരിയല്ലേ? പക്ഷേ ഈ ആനയ്ക്ക് വലിയ ചന്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ സ്പീഡില്ല. പക്ഷെ പൂച്ച അങ്ങനെയല്ല, കുണുങ്ങി കുണുങ്ങി എന്നാ സ്പീഡിലാ പോണേന്ന് അറിയാവോ? ചിലപ്പോ അതായിരിക്കൂലേ ക്യാബ് പോക്കെന്ന് പറഞ്ഞേ. പൊക്കട വഴി അവന്റെ ചന്തി കേസ്.